അസ്സലാമലൈക്കും. ഫാം ഹൗസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കുറേയായി ലോങ് വീഡിയോ ഇട്ടിട്ട് ഞാനിപ്പോൾ നിലവിൽ നിൽക്കുന്നത് ദുബായിലാണ്. ദുബായിൽ അൽസീഫ് വില്ലേജ്, അറബികളുടെ പാരമ്പര്യം കാണിക്കുന്ന അവരുടെ ഗ്രാമീണ, അവരെങ്ങനെയാണ് വളർന്നു വന്നത്, അവരെങ്ങനെയാണ് കച്ചവടം ചെയ്തത്, അവരെങ്ങനെയാണ് ജീവിച്ചതെന്ന് കാണിക്കുന്ന ഒരു പഴയ തനിമ കെട്ടിപ്പടുത്തിയിട്ടുള്ള ഒരു അൽസീഫ് വില്ലേജ് എന്ന് പറയുന്ന ഗ്രാമീണ സംഭവം നിങ്ങൾക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് ഗ്രാമമായിട്ടൊന്നും തോന്നില്ല. പക്ഷേ പണ്ട് അറബികൾ നിർമ്മിക്കാൻ ഉപയോഗിച്ചിരുന്ന വീട് അല്ലെങ്കിൽ തെരുവ് കാര്യങ്ങളൊക്കെ ഏകദേശം ഏറെക്കുറെ ഇങ്ങനെയായിരുന്നു എന്ന് കാണിക്കുന്നതാണ്. അപ്പോൾ നമ്മളിതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ തന്നെ ഇതിൻ്റെ ഇരുഭാഗത്തും ഇഷ്ടംപോലെ കടകളുണ്ട്. ഇതൊക്കെ സ്പൈസസുമായി ബന്ധപ്പെട്ട കടകളാണ്. അതുപോലെ തന്നെ ടൂറിസ്റ്റുകാർക്ക് കൊണ്ടുപോകാൻ പറ്റിയ ദുബായിയുടെ ചിഹ്നങ്ങൾ, അങ്ങനത്തെ അതുമായി ബന്ധപ്പെട്ട കടകൾ, സ്പൈസസ്. അതുപോലെ തന്നെ അറബികളുടെ പ്രത്യേക ഒരു മെയിൻ സാധനങ്ങളാണ് അവരുടെ കാർപ്പറ്റുകൾ, നിലത്ത് വിരിക്കുന്ന കാർപ്പറ്റുകൾ, അതുപോലെ തന്നെ കൂജകൾ, അങ്ങനെ തുടങ്ങിയിട്ട് അവരുടേതായ കുറേ സാധനങ്ങൾ കണ്ടില്ലേ. കാർപ്പറ്റുകൾ, ഒരുവിധപ്പെട്ട കാർപ്പറ്റുകൾ, അതുപോലെ തന്നെ തലയാണ ഉറകൾ, അതുപോലെ തന്നെ കൂജകൾ, വെള്ളമൊഴിക്കുന്ന ജാറുകൾ, സ്റ്റോറേജ് കണ്ടെയ്നറുകൾ, ഇങ്ങനെ തുടങ്ങിയിട്ട് പഴയ ഗ്രാമീണ ഭംഗി കാണിക്കുന്ന ഒരുപാട് വിൻറ്റേജ് ഐറ്റംസ് നമുക്കിവിടെ കാണാൻ പറ്റും. അതിൻ്റെ ഒരു സാധനങ്ങളാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ ആദ്യം കാണുന്ന ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് എടുത്തിട്ടുള്ള വീഡിയോ ആണിത്. ഇവിടെ ഇങ്ങനെ ഇഷ്ടംപോലെ കാർപ്പറ്റുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ തലയണകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഈ വലിയ പാത്രങ്ങൾ കാണുന്നുണ്ട്. ഈ വലിയ പാത്രങ്ങളിൽ ഇവർ ഒരുമിച്ചിരുന്നാണ് ഫുഡ് കഴിക്കുക. അറബികളുടെ ഒരു പ്രത്യേകതയാണ്, പൊതുവെ മുസ്ലിങ്ങളുടെ ഒരു പ്രത്യേകതയാണ്. ഒരു കുടുംബത്തിലുള്ള എല്ലാവരും വലിയ ഒരു പ്ലേറ്റ് വെച്ചതിന് ശേഷം അതിലിരുന്ന് എല്ലാവരും കഴിക്കുന്നത് അവരുടെ വലിയൊരു പ്രത്യേകതയാണ്. പിന്നെ ഇതാണ് ഇവരുടെ ഒരു നഗരത്തിൻ്റെ സെറ്റപ്പ്. ഏറെക്കുറെ ഇങ്ങനെയായിരിക്കും വലിയൊരു നഗരം കാണുക. അൽസീഫ് വില്ലേജിൻ്റെ ഉള്ളിൽ തന്നെ ഒരു പള്ളിയാണ്, വളരെ മനോഹരമായിട്ടുള്ള പള്ളിയായിരുന്നു. ഞാൻ ഉള്ളിൽ കയറി നമസ്കരിച്ചിട്ടുണ്ടായിരുന്നു. വളരെ മനോഹരമായിട്ടുള്ളൊരു പള്ളിയായിരുന്നു ഇത്, അൽസീഫിൻ്റെ ഉള്ളിലുള്ളൊരു പള്ളി. ഞാൻ വൈകുന്നേരം എത്തിയത് കൊണ്ട് തന്നെ കുറച്ചധികം ഇരുട്ടിയിട്ടുണ്ടായിരുന്നു. ഈ കാണുന്ന എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരുഭൂമിയിൽ ഇവരെങ്ങനെയാണ് തമ്പടിക്കുക എന്നുള്ളതാണ്. മരുഭൂമിയിലൊരു ഭാഗത്ത് ഇവർ ചെറിയൊരു കൂടാരം കെട്ടിയതിന് ശേഷം ചുറ്റും ഇതേപോലെ എന്താ പറയുക, ഈ പുല്ല് കൊണ്ടുള്ള സംഭവങ്ങളൊക്കെ വെച്ചതിന് ശേഷം ആ കൂടാരത്തിൻ്റെ ഉള്ളിലാണ് അവർ സ്വാഭാവികമായിട്ട് തമ്പടിക്കലും മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇവിടെ വലിയൊരു നോഹൻ്റെ കപ്പൽ പോലത്തെ വലിയ നമ്മുടെ കോട്ടയത്തെ ചുണ്ടൻവള്ളം പോലത്തെ, ചുണ്ടൻവള്ളമാണെന്ന് എനിക്കറിയില്ല, പക്ഷേ അതുമായി സാദൃശ്യമുള്ള ഒരുപാട് പേർക്ക് തുഴയാൻ പറ്റുന്ന വലിയൊരു വള്ളം, ബോട്ട് അവരോട് വെച്ചിട്ടുണ്ടായിരുന്നു. ഉള്ളിൽ പോകെ നമുക്ക് വിൻറ്റേജ് കളക്ഷൻ്റെ, കോയിൻസിൻ്റെ, വാച്ചസിൻ്റെ, നിർമ്മിതികളുടെ ഒരുപാട് സംഭവങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ ഞാൻ 1-2 സാധനങ്ങൾ വാങ്ങണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഉള്ളുന്ന വിലയാണ്, അതാണൊരു പ്രശ്നം. ഇവിടുത്തെ സാധനങ്ങൾ വാങ്ങുക എന്ന് പറയുന്നത് ഇത്തിരി നല്ലപോലെ പൈസ ഉണ്ടെങ്കിലേ നടക്കുള്ളൂ. ഓരോ സാധനത്തിനും നല്ലപോലെ വില ഇവർ പേശുന്നുണ്ട്, പറയുന്നുണ്ട്. ഇതൊക്കെ പണ്ടത്തെ ആ മജ്‌ലിസിൻ്റെ സെറ്റപ്പാണ്, പണ്ടത്തെ ഫുഡ് കഴിക്കുന്ന പണ്ടത്തെ തളിക, വലിയ തളികൾ. പിന്നെ ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് ഒറിജിനൽ ആടുകളുടെയും അതുപോലെ തന്നെ വേറെ തന്നെ ജീവികളുടെയൊക്കെ തോലുകൾ, ഒറിജിനൽ തോലുകൾ, ഉണക്കിയ തോലുകൾ നമുക്കിവിടെ വാങ്ങിക്കാൻ പറ്റും. അതുപോലെ തന്നെ എന്താ പറയുക, മുസ്ലിംസിൻ്റെ എന്താ പറയുക, സിമ്പിൾ കാണിക്കുന്ന പോലെ തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങൾ. പിന്നെ ഇവിടെ എല്ലാ രാജ്യത്തു നിന്നുള്ള പഴയ വിൻറ്റേജ് കളക്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. വൈ എന്ന് ചോദിച്ചാൽ ഇവർ കച്ചവടക്കാരായതുകൊണ്ട് തന്നെ പല രാജ്യങ്ങളിലും അറബികൾ പോയി കച്ചവടം ചെയ്ത് അവിടുത്തെ നാട്ടിലുള്ള സാധനങ്ങൾ അവരിവിടെ കൊണ്ടുവരലുണ്ട്, എന്നിട്ട് അതിവിടെ കച്ചവടം ചെയ്യലുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മുടെ നാട്ടിൽ വിൻറ്റേജ് എന്ന് പറയുന്ന കളക്ഷൻസ് എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ ഇവിടെ ഇഷ്ടം പോലെ എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ. ഇത് നോക്കിയത് എന്തോ ഒരു ജീവിയാണ്, ആ ജീവിനെ വേട്ടയാടി പിടിച്ചതിന് ശേഷം അത് പ്രിസർവ് ചെയ്ത് അതിൻ്റെ തോലാണ്. അപ്പോൾ അതിൻ്റെ വാലും കൈയും കാലും നഖവും മൂക്കും ഒക്കെ കാണാൻ പറ്റും. ഇപ്പോൾ നോക്കിക്കോ, ഞാനിതിൻ്റെ മുകളിൽ മൂക്കൊക്കെ കാണിച്ചു തരാം. മുഖവും മൂക്കൊക്കെ അതേപോലെ ഉണ്ട് കേട്ടോ, അങ്ങനത്തെ 2 ഇതൊക്കെ നമുക്ക് ഇവിടെ നിന്ന് വാങ്ങാൻ പറ്റും. ഇതൊക്കെ ഒറിജിനൽ സാധനങ്ങളാണ്, ഒറിജിനൽ, അല്ലാണ്ട് സ്റ്റഫ് ചെയ്ത് ഉണ്ടാക്കിയ സാധനങ്ങളല്ല, ഒറിജിനൽ തോലാണ്. പക്ഷെ അതിൻ്റെ സ്മെല്ലോ കാര്യങ്ങളൊന്നും ഇല്ല, അടിപൊളി സാധനം കേട്ടോ. പക്ഷെ കാണുമ്പോൾ കുറച്ച് ക്രീപ്പി ആയിട്ട് തോന്നുമെങ്കിലും അടിപൊളി. പിന്നെ കുറേ പെയിൻറ്റിങ്സ് ഉണ്ട് ഇവിടെ, എന്താ പറയുക, അറബികളുടെ യുദ്ധം കാണിക്കുന്ന തരത്തിലുള്ള കിടിലൻ പെയിൻറ്റിങ് കാര്യങ്ങളുണ്ടായിരുന്നു ഇവിടെ. അതൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ കാണാൻ.
ഇനി വേറൊരു സാധനം കാണിച്ചു തരാം. ഈ അൽസീഫ് നഗരത്തിൻ്റെ ഉള്ളിൽ ഒരു സ്റ്റാർബക്സ് ഉണ്ട്. ഇവരുടേതായ സെറ്റപ്പിൽ തന്നെ, അതേ ഒരു ഗ്രാമീണ സെറ്റപ്പിൽ അല്ലെങ്കിൽ ആ ഒരു വില്ലേജ് സെറ്റപ്പിൽ തന്നെ അവർ ഒരു കോഫി ഷോപ്പ് സ്റ്റാർബക്സിൻ്റെ എന്താ പറയുക സംഭവം തുറന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ വരുന്ന സമയത്ത് മലയാളികൾ തന്നെയാണ്, ഇവരൊക്കെ അതിൻ്റെ മുന്നിൽ നിന്നിട്ട് പിക്ക് എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ സ്റ്റാർബക്സ് ഈ ഭാഗത്ത് കൂടെ കയറിയിട്ട് എന്താ പറയുക സീ അല്ല, ഇതൊരു ചെറിയ മറ്റേ ഇൻബിൽറ്റഡ് അരുവിയോ അല്ലെങ്കിൽ പുഴ അങ്ങനെയൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതിൻ്റെ സൈഡിലിരുന്നിട്ട് ഇതിലിരുന്നിട്ട് നമുക്ക് സ്റ്റാർബക്സിൽ നിന്ന് കോഫിയും അതുപോലെ തന്നെ ഫുഡൊക്കെ കഴിക്കാൻ പറ്റും. അപ്പോൾ ഒരുപാട് വിദേശികൾ, യൂറോപ്യൻസ് അതുപോലെ തന്നെ അമേരിക്കൻസൊക്കെ ആയിട്ടൊന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. ഇനി ഈ കാണുന്നത് എന്താണെന്നറിയോ, ഒരു രാജസ്ഥാൻ സെറ്റപ്പിലുള്ള റെസ്റ്റോറൻറ്റിൻ്റെ മുന്നിലുള്ള മ്യൂസിക് വായിക്കുന്ന ആളുകളാണ്. അവർ നമുക്ക് വേണ്ടി മ്യൂസിക് വായിച്ചെന്നിരുന്നു. ഇവിടെ കാണാൻ പറ്റും ആനയും പരിവാരങ്ങളൊക്കെ അവർ നമുക്ക് വേണ്ടി മ്യൂസിക് വായിച്ചു. അവരുടെ മ്യൂസിക് കേട്ടോണ്ട് തന്നെ നമ്മൾ ആ റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടായിരുന്നു. ഭയങ്കര മനോഹരമായിട്ടുള്ള റെസ്റ്റോറൻ്റ് ആയിരുന്നു. അവിടെ ഈ പാവകളിയും സെറ്റപ്പൊക്കെ ഉണ്ടായിരുന്നു. എന്താ പറയുക, ഈ ഒരു നമുക്ക് ഈ ലേക്ക് വ്യൂ ആസ്വദിച്ചിട്ട് കളിക്കാൻ പറ്റുമായിരുന്നു. അവിടെ കുറേ വിദേശികളൊക്കെ ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു, എന്തൊക്കെയൊക്കെയോ കാട്ടിക്കൂട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതും കണ്ട് ഇതിങ്ങനെ നീണ്ട് കിടക്കുന്ന ഒരു എന്താ പറയുക, എന്താണെന്ന് എനിക്കതിനെ കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. സീ പോർട്ട് എന്നാണോ ലേക്ക് പോർട്ടൊന്നും പറയാൻ കഴിയില്ല. പക്ഷേ ഇതിൻ്റെ സൈഡിലൊക്കെ ഒരുപാട് ക്രൂസുകളുണ്ടായിരുന്നു. നമുക്ക് അപ്പുറത്തേക്ക് പോകാൻ പറ്റുന്ന ബോട്ടുകളുണ്ടായിരുന്നു, വലിയ വലിയ കപ്പലുകളുണ്ടായിരുന്നു. പിന്നെ ഇത് എപ്പോഴും ഇവിടെ ഒരു ഫങ്ഷൻ മോഡാണ്. അപ്പോൾ എപ്പോഴും ഇവിടെ നല്ല രീതിക്ക് അലങ്കരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് എന്താ പറയുക, ഒക്കേഷൻ സമയങ്ങളിൽ അല്ലെങ്കിൽ റമദാൻ്റെ സമയങ്ങളിൽ, അങ്ങനെ എന്തെങ്കിലും ഫെസ്റ്റിവലിൻ്റെ സമയങ്ങളിൽ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണെന്ന് ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ പോകുമ്പോഴും അവിടെ ഇഷ്ടംപോലെ പാട്ടും പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് അൽസീഫ് എന്ന് പറയുന്ന അറബിക് ഹെറിറ്റേജ് വില്ലേജിൻ്റെ വിശേഷങ്ങൾ. എന്തായാലും ഒരു ബ്യൂട്ടിഫുൾ ഡേ ആയിരുന്നു, അല്ലെങ്കിൽ ഒരു വെർത്തി ഡേ ആയിരുന്നു. അപ്പോൾ ആരെങ്കിലുമൊക്കെ UAE വരുന്നവർ നിർബന്ധമായും കണ്ടിരിക്കേണ്ട സ്ഥലം.